ക്രൈം ഡോക്യുമെന്ററീസ് നമ്മളെ ഇത്രയും ആകർഷിപ്പിക്കുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട്. ഇതിൽ നമ്മൾ കാണുന്ന കുറ്റകൃത്യങ്ങൾ സിനിമകളിലേക്ക് പോലെ അങ്ങ് അകലെ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇവ നമ്മുടെ നാട്ടിലും നമ്മുടെ നഗരങ്ങളിലും നമ്മൾ ദിവസേന നടക്കുന്ന വഴികളിലും വരെ നടക്കുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓരോ ക്രൈം ഡോക്യുമെന്ററി കാണുമ്പോഴും നമ്മൾ ഒരു നിമിഷമെങ്കിലും ചിന്തിക്കും, ഇത് എൻ്റെ ചുറ്റുമുള്ള ഒരാളായിരുന്നെങ്കിലോ എന്ന്. വെൽക്കം ടു സ്കിനിമ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടോപ്പ് ഇന്ത്യൻ ക്രൈം ഡോക്യുമെന്ററീസിനെ കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു സ്കിനിമ. നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ക്രൈം കഥകൾ മാത്രമല്ല, മനുഷ്യ മനസ്സിന്റെ ഇരുണ്ട കോണുകളും വിശ്വാസവും ഭയവും എങ്ങനെ ഒരാളെ അന്ധനാക്കുന്നു എന്നതും, സൈലൻസ് എങ്ങനെ വലിയ മരണങ്ങളിലേക്ക് നയിക്കുന്നു എന്നതുമാണ്. ഹൗസ് ഓഫ് സീക്രട്സ്, ബുരാരി ഡെത്ത്സ്. ബ്രോ, ഈ കേസ് കേൾക്കുമ്പോൾ തന്നെ ഒരു വിയേർഡ് ഫീലിംഗ് വരും. കാരണം ഇവിടെ കൊല്ലപ്പെട്ടത് ഒരാളോ രണ്ടാളോ അല്ല, 11 പേരാണ്. ഡൽഹിയെ നടുക്കിയ 11 മരണങ്ങളുടെ കഥ. ഇക്കാലത്തും ഇതുപോലെ അന്ധവിശ്വാസത്തിലും മറ്റു വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ യെസ്, there is. നമ്മുടെ നാട്ടിലും ഇതുപോലെ അന്ധവിശ്വാസം ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലേ. ഇങ്ങനെയൊക്കെയുള്ള ഇത്തരം ദുരാചാരങ്ങൾ അതിന് ഇരയാക്കപ്പെടുന്നവരും ഒരുപാടുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ സീരീസ് ആയ ഹൗസ് ഓഫ് സീക്രട്സ്, ബുരാരി ഡെത്ത്സ്. 2018 ജൂൺ 30 ഡൽഹിയിലെ ബുരാരി എന്ന സ്ഥലത്തെ ഒരു സാധാരണ വെളുപ്പാങ്കാലം. പാലുകാരൻ വന്ന് ഡോറിൽ നോക്ക് ചെയ്യുന്നു, പക്ഷേ തിരിച്ച് റെസ്പോൺസ് ഒന്നും കിട്ടുന്നില്ല. അയൽവാസികൾ കൺസേൺഡായി ഡോർ തുറക്കുമ്പോൾ അവർ കണ്ട കാഴ്ച ഇന്നും ഇന്ത്യ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. ഒരേ വീട്ടിൽ 11 മൃതദേഹങ്ങൾ, 10 പേർ ഒരേ രീതിയിൽ തൂങ്ങിക്കിടക്കുന്നു. അവരുടെ കണ്ണുകൾ തുണി കൊണ്ട് കെട്ടിയിരിക്കുന്നു, വായിൽ തുണി തിരികിയിരിക്കുന്നു, കൈകൾ പിന്നിലേക്ക് കെട്ടിയ നിലയിൽ. വീട്ടിലെ ഏറ്റവും മുതിർന്ന സ്ത്രീ കിടക്കയിൽ മരിച്ചു കിടക്കുന്നു. ആദ്യ നോട്ടത്തിൽ തന്നെ എല്ലാവർക്കും തോന്നിയത് ഇത് ഒരു കൊലപാതകമാണ് എന്നാണ്. കാരണം ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് ആർക്കും ആത്മഹത്യ ചെയ്യാനൊന്നും കഴിയില്ലല്ലോ. മാത്രമല്ല അങ്ങനെ ഒരു സംഭവം ഇതുവരെ ആരും കണ്ടിട്ടുമില്ല. പക്ഷെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുമ്പോൾ ഈ കേസ് കൊലപാതകത്തിനേക്കാൾ ഭീകരമായ ഒരു സത്യത്തിലേക്ക് നയിക്കുന്നു. വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് 11 ഡയറികളാണ്. ഈ ഡയറികളിൽ എഴുതിയിരിക്കുന്ന ഒരു സാധാരണ ജേണൽ അല്ല, ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഭയപ്പെടേണ്ട, ദൈവം രക്ഷിക്കും എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ. ഇവ എഴുതിയിരിക്കുന്നത് ലളിത് ഭട്ടിയ എന്ന ഇതിലുള്ള ഒരു ഫാമിലി മെമ്പർ തന്നെയാണെന്ന് പോലീസ് മനസ്സിലാക്കുന്നു. ലളിതിനെ തൻ്റെ മരിച്ചുപോയ അച്ഛൻ തൻ്റെ ശരീരത്തിലൂടെ സംസാരിക്കുന്നു എന്ന വിശ്വാസമുണ്ടായിരുന്നു. പതിയെ കൊണ്ട് ആ ഒരു ബിലീഫ്, ആ ഒരു ഇൻഡിവിജ്വൽ ഡെല്യൂഷനിൽ നിന്ന് ഫാമിലി ബിലീഫായി അത് മാറുന്നു. ഇവിടെ ഡോക്യുമെൻ്ററി വളരെ ക്വയറ്റ്ലി പക്ഷേ ബ്രൂട്ടലി ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഒരു കുടുംബത്തിൽ ഒരാൾ ശക്തമായ ഒരു അന്ധവിശ്വാസിയാണെങ്കിൽ ബാക്കി എല്ലാവരും അയാളുടെ ഫോളോവേഴ്സായി മാറും. എസ്പെഷ്യലി വെൻ ഫിയർ, ഫെയ്ത്ത് ആൻഡ് റെസ്പെക്റ്റ് മിക്സ് ചെയ്യുമ്പോൾ. ഇവിടെ ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയ ചോദ്യം ഇതാണ്: 11 പേരിൽ ഒരാൾ പോലും ചോദിച്ചില്ലേ ഇത് തെറ്റല്ലേ എന്ന്? ഡോക്യുമെൻ്ററി അതിന് വ്യക്തമായ ഒരു ആൻസർ പറയുന്നില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം കാണിച്ചു തരും. സൈലൻസ്, ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുക. മൂത്തയാൾ പറഞ്ഞല്ലോ, ദൈവം പറഞ്ഞല്ലോ, ഇപ്പോൾ എതിർത്താൽ പ്രശ്നം വരും എന്ന ചിന്തകൾ. ഹൗസ് ഓഫ് സീക്രട്സ് നമ്മളെ പേടിപ്പിക്കുന്നത് പ്രേതത്തിനെ കൊണ്ടോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടോ ഒന്നുമല്ല. ഇത് പേടിപ്പിക്കുന്നത് നമ്മൾ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന ചിന്ത കൊണ്ടാണ്. ഡോക്യുമെൻ്ററി അവസാനിക്കുമ്പോൾ ഒരു പോലീസ് ഓഫീസർ പറയുന്ന ഒരു ലൈനുണ്ട്: ദിസ് വാസ് നോട്ട് ഡെത്ത്, ദിസ് വാസ് ഒബീഡിയൻസ്. അതാണ് ഈ സ്റ്റോറിയുടെ ഒരു കോർ. ഇന്ത്യൻ പ്രെഡേറ്റർ, ദ ബുച്ചർ ഓഫ് ഡൽഹി. ഹൗസ് ഓഫ് സീക്രട്സ് നമ്മളെ സ്ലോലി സഫക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ പ്രെഡേറ്റർ, ദ ബുച്ചർ ഓഫ് ഡൽഹി നമ്മളെ നേരെ ഷോക്ക് ചെയ്യുന്നു. 2006-7 കാലഘട്ടം ഡൽഹി. തീഹാർ ജയിൽ ഗേറ്റിന് മുന്നിൽ ഒരു പ്ലാസ്റ്റിക് ബാഗ്, അതിനുള്ളിൽ മനുഷ്യ ശരീരഭാഗങ്ങൾ അലോങ് വിത്ത് എ ലെറ്റർ. ലെറ്ററിൽ കില്ലർ പോലീസിനെ മോക്ക് ചെയ്യുന്നു, ചലഞ്ച് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്നെ പിടിക്കാമോ എന്ന ഒരു ആറ്റിറ്റ്യൂഡ്. ഇവിടെ കില്ലർ ഒളിച്ചോടുന്നില്ല, അയാൾ സ്പോട്ട്ലൈറ്റിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഡോക്യുമെൻ്ററി വളരെ ക്ലിയർലി പറയുന്ന ഒരു സൈക്കോളജിക്കൽ പോയിന്റ് ഉണ്ട്. ചില കില്ലേഴ്സിന് എസ്കേപ്പ് ആവശ്യമില്ല, റെക്കഗ്നിഷനാണ് ആവശ്യം. പവർ ഫീൽ ചെയ്യണം, സിസ്റ്റത്തിനെ ഇൻസൾട്ട് ചെയ്യണം. ഡൽഹി പോലീസ് മാസീവ് പ്രഷറിലാണ്. മീഡിയ സെൻസേഷനലൈസ് ചെയ്യുന്നു, പബ്ലിക് ഫിയർ കൂടിക്കൂടി വരുന്നു. കില്ലർ വീണ്ടും വീണ്ടും ലെറ്റേഴ്സ് അയക്കുന്നു,
ബോഡി പാർട്സ് ഡ്രോപ്പ് ചെയ്യുന്നു. ഓരോ മൂവും വളരെ കാൽക്കുലേറ്റഡ് ആണ്. ഡോക്യുമെൻ്ററി ഇവിടെ വിക്ടിം സ്റ്റോറീസ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ക്രൈം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിന്നിൽ മനുഷ്യരുണ്ടെന്ന്, ഫാമിലീസ് ഉണ്ടെന്ന്, ഡ്രീംസ് ഉണ്ടെന്ന്. ബുച്ചർ ഓഫ് ഡൽഹി നമ്മളോട് ചോദിക്കുന്നത് മീഡിയ ഹൈപ്പ്, പോലീസ് പ്രഷർ, ഈഗോ ക്ലാഷ് ഇവയെല്ലാം ഇൻവെസ്റ്റിഗേഷനെ എങ്ങനെ ഡീറെയിൽ ചെയ്യുന്നു എന്നതാണ്. ഡോക്യുമെൻ്ററി മുന്നോട്ട് പോകുമ്പോൾ ഒരു പോയിന്റ് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല. ഈ കില്ലർ ആരെയെങ്കിലും റാൻഡമായി കൊന്നിരുന്നില്ല. അയാൾ ഡെലിബറേറ്റ്ലി പോലീസ് സിസ്റ്റത്തിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. തീഹാർ ജയിലിൻ്റെ ഗേറ്റിന് മുന്നിൽ ബോഡി പാർട്സ് വയ്ക്കുന്നത് സിംബോളിസമാണ്. നിങ്ങളുടെ നിയമവും നിങ്ങളുടെ ജയിലും നിങ്ങളുടെ പവറും ഒന്നും എനിക്ക് മുന്നിൽ ഒന്നുമല്ല എന്നൊരു മെസ്സേജ്. മീഡിയ ഇതിനെ മോൺസ്റ്റർ സ്റ്റോറി ആയി പൊർട്രേ ചെയ്യുമ്പോൾ ഡോക്യുമെൻ്ററി സ്ലോ ആയി നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്നത് വിക്ടിംസിലേക്കാണ്. ഇവർ ക്രിമിനൽസ് അല്ല, ഹെഡ്ലൈൻസ് അല്ല, ഹ്യൂമൻ ബീയിങ്സ് ആണ്. ഡോക്യുമെൻ്ററി നമ്മളോട് ചോദിക്കുന്നുണ്ട്, ക്രൈം സ്റ്റോറി സെൻസേഷണലൈസ് ചെയ്യുമ്പോൾ നമ്മൾ വിക്ടിംസിനെ മറക്കുന്നില്ലേ എന്ന്. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജസിൽ പോലീസ് തമ്മിലുള്ള ഈഗോ ക്ലാഷസ്, ജൂറിസ്ഡിക്ഷൻ, കൺഫ്യൂഷൻ, മീഡിയ ലീക്സ് എല്ലാം കില്ലറിന് അഡ്വാൻറ്റേജായി മാറുന്നു. കില്ലർ പോലീസ് ലെറ്റേഴ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഡെലിബറേറ്റ്ലി ഇടുന്നുണ്ട്, പോലീസിനെ കൺഫ്യൂസ് ചെയ്യിക്കാൻ. ഡോക്യുമെൻ്ററി പറയുന്ന ഒരു ചില്ലിംഗ് ഫാക്ട് ഇതാണ്: സംടൈംസ് ഇൻ്റലിജൻസ് ഇല്ലാത്ത ക്രൈം അല്ല, ഇൻ്റലിജൻസ് ഉള്ള ക്രൈമാണ് ഏറ്റവും ഡേഞ്ചറസ്. ആൻഡ് ഇവൻച്വലി പോലീസ് സസ്പെക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അറസ്റ്റ് നടക്കുന്നു. എൻഡിങ്ങിൽ നമ്മൾ ഫീൽ ചെയ്യുന്നത് റിലീഫ് അല്ല, ഒരുതരം എക്സോഷനാണ്. ബിക്കോസ് സിസ്റ്റം വിൻ ചെയ്തെങ്കിലും ദ ഡാമേജ് വാസ് ഓൾറെഡി ഡൺ. ഇവിടെ നിന്നാണ് ഇന്ത്യൻ പ്രൊഡക്ടർ സീരീസ് നമ്മളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ത്യൻ പ്രൊഡക്ടർ ദ ബീസ്റ്റ് ഓഫ് ബാംഗ്ലൂർ. ഈ സ്റ്റോറി ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയത് എന്തുകൊണ്ടാണെന്നറിയോ? ബിക്കോസ് വില്ലൻ ഒരു ഔട്ട്സൈഡർ അല്ല, ഹീ ഈസ് പാർട്ട് ഓഫ് ദ സിസ്റ്റം. ഉമേഷ് റെഡ്ഡി, ഫോമർ പോലീസ് കോൺസ്റ്റബിൾ, യൂണിഫോം ധരിച്ച ഒരാൾ, ട്രസ്റ്റ് സിംബലായി കണ്ട ഒരാൾ. ബാംഗ്ലൂർ, ഒരു ലേറ്റ് 90s, ഏർലി 2000s. അവിടെ സ്ത്രീകളെ കാണാതെയാവുന്നു. അസോൾട്ട്സ്, മർഡേഴ്സ്. പോലീസിന് ഇനിഷ്യലി ലിങ്ക് ചെയ്യാൻ പറ്റാത്ത കേസുകൾ, പാറ്റേൺ കാണാൻ പോലും കഴിയാൻ പറ്റാത്ത കേസുകൾ. ആൻഡ് ദ റീസൺ ഈസ് ടെറിഫൈയിങ് ബിക്കോസ് ദ കില്ലർ നോസ് ഹൗ പോലീസ് തിങ്ക് എന്ന്. ഉമേഷ് റെഡ്ഡി വിക്ടിംസിനെ അപ്രോച്ച് ചെയ്യുന്നത് കോൺഫിഡൻസോടെയാണ്. പോലീസ് ട്രെയിനിങ്, അതോറിറ്റി ടോൺ, വിമൻ ട്രസ്റ്റ് ഹിം. ഡോക്യുമെൻ്ററി ഇവിടെ സൈലൻസിൻ്റെ മറ്റൊരു ഫേസാണ് കാണിക്കുന്നത്. വിക്ടിംസ് സർവൈവ് ചെയ്താലും ഷെയിം, ഫിയർ, സോഷ്യൽ പ്രഷർ കാരണം കംപ്ലൈൻറ്റ് കൊടുക്കാതെ ഈച്ച് അൺറിപ്പോർട്ടഡ് കേസ് ഗിവ്സ് ഹിം മോർ പവർ. ഡോക്യുമെൻ്ററി നമ്മളെ സ്ലോലി ഫോഴ്സ് ചെയ്യുന്നു ടു ഫേസ് ദിസ് ട്രൂത്ത്. സൊസൈറ്റിയുടെ സൈലൻസ് പ്രെഡേറ്റേഴ്സിനെ ഫീഡ് ചെയ്യുന്നുവെന്ന്. ഇൻവെസ്റ്റിഗേഷൻ റിപ്പീറ്റഡ്ലി ഫെയിൽസ്, എവിഡൻസ് മിസ്പ്ലേസ്ഡ്, ലീഡ്സ് ഇഗ്നോർഡ്, ആൻഡ് ദ കില്ലർ കീപ്സ് ഇവോൾവിങ്. ബീസ്റ്റ് ഓഫ് ബാംഗ്ലൂർ ഡോക്യുമെൻ്ററി ഏറ്റവും പെയിൻഫുൾ ആയ ഭാഗം ഇൻ്റർവ്യൂസ് ആണ്, അതും സർവൈവിങ് വിക്ടിംസിൻ്റെ ഇൻ്റർവ്യൂസ്. സർവൈവിങ് വിക്ടിംസ് സംസാരിക്കുമ്പോൾ അവർക്കുണ്ടാവുന്നത് ഭയമല്ല, ഒരുതരം കുറ്റബോധമാണ്, ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ന്. ഡോക്യുമെൻ്ററി ഒരു വില്ലനെ മാത്രം എക്സ്പോസ് ചെയ്യുന്നില്ല, സിസ്റ്റം ഫെയിലിയറിനെയാണ് എക്സ്പോസ് ചെയ്യുന്നത്. എൻഡിങ്ങിൽ ഡോക്യുമെൻ്ററി നമ്മളോട് ചോദിക്കുന്നു, ജസ്റ്റിസ് ഇതാണോ, ഓർ ഡിഡ് വി ജസ്റ്റ് സ്റ്റോപ്പ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്? ഖഴി ആൻഡ് സൈനൈഡ്, ദ ജോളി ജോസഫ് കേസ്. ക്രിസ്റ്റോ ടോമിയുടെ സംവിധാനത്തിൽ 2023 നെറ്റ്ഫ്ലിക്സ് ഒറിജിനലായി വന്ന ഒരു മലയാളം ഡോക്യുമെൻ്ററിയാണ് ഖഴി ആൻഡ് സൈനൈഡ്, ദ ജോളി ജോസഫ് കേസ്. ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്ററി. വൈൽ ദ കേസ് ഈസ് സ്റ്റിൽ ഓൺ ട്രയൽ വിൽ ബി കുറച്ച് ചലഞ്ചിങ്. 2002 മുതൽ 2016 വരെ ജോളി ജോസഫ് നടത്തിയ കൂടത്തായി കൊലപാതക പരമ്പരയെ പറ്റിയാണ് ഈ സീരീസ് സംസാരിക്കുന്നത്. ഇറ്റ് ഫീൽസ് ലൈക്ക് എ നോർമൽ ഫാമിലി സ്റ്റോറി. കൂടത്തായി ഒരു കൊച്ചു ഗ്രാമം, പക്ഷേ മരണം ഈ കുടുംബത്തെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാ മരണവും ലുക്സ് നാച്ചുറൽ. ഹാർട്ട് അറ്റാക്ക്, ഇൽനെസ്, നോബഡി ക്വസ്റ്റ്യൻസ്. ദാറ്റ്സ് വാട്ട് മേക്സ് ഇറ്റ് ടെറിഫൈയിങ്. ആൻഡ് അവിടെയാണ് ജോളി ജോസഫ് എൻറ്റേഴ്സ് ലൈക്ക് എ ഷാഡോ, കാം, സോഫ്റ്റ് സ്പോക്കൺ, എഡ്യൂക്കേറ്റഡ്. ആരും ഡസൻ സസ്പെക്ട്സ് ഹെർ. ഡോക്യുമെൻ്ററി സ്ലോലി അൺറാപ്സ് ദ പാറ്റേൺ. 6 മരണങ്ങൾ, ഒരേ കുടുംബം, ഒരേ വീട്, സൈനൈഡ്, എ പോയ്സൺ സോ സ്ട്രോങ് ബട്ട് സോ സൈലന്റ്. ഡോക്യുമെൻ്ററി ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ക്രൈം മെത്തേഡ് അല്ല, സോഷ്യൽ ബ്ലൈൻഡ്നെസ് ആണ്. ഇവൾ വിദ്യാഭ്യാസമുള്ളവളാണ്, ഇവൾ നന്നായി സംസാരിക്കും, ഇവൾ സ്ത്രീയല്ലേ. ദീസ് അസംഷൻസ് ബിക്കെയിം ഹെർ ഷീൽഡ്. ഡോക്യുമെൻ്ററി നമ്മളോട് അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. Women can be predators too. Intelligence doesn't equal morality.
ജോളി ജോസഫിന്റെ സൈക്കോളജി ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഡോക്യുമെന്ററി ഒരു കൺക്ലൂഷൻ ഫോഴ്സ് ചെയ്യുന്നില്ല. ഇറ്റ് ലെറ്റ്സ് സൈലൻസ് സ്പീക്ക്. മോട്ടീവ് സ്റ്റിൽ ഡിബേറ്റഡ്. പവർ, കൺട്രോൾ, എസ്കേപ്പ്. എൻഡിങ്ങിൽ നമ്മൾ ഫീൽ ചെയ്യുന്നത് ദേഷ്യമല്ല, പക്ഷേ ഒരുതരം ബിട്രയലാണ്. ബിക്കോസ് ദിസ് കുഡ് ബി എനി ഫാമിലി, എനി വില്ലേജ്. ഇതൊക്കെ നമുക്ക് വെറും ക്രൈം ഡോക്യുമെന്ററീസായി മാത്രം കാണാൻ കഴിയില്ല. ഹൗസ് ഓഫ് സീക്രട്സ്, ബുച്ചർ ഓഫ് ഡൽഹി, ബീസ്റ്റ് ഓഫ് ബാംഗ്ലൂർ, കൊറിയൻ സൈനൈഡ്, ഇവയെല്ലാം ചേർന്നാൽ ഒരു വലിയ കഥയാണ് പറയുന്നത്. അത് ഇന്ത്യയുടെ ക്രൈം ഹിസ്റ്ററി മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ ഉള്ളിലെ ഫ്രാക്ചേഴ്സാണ്. ഓരോ ഡോക്യുമെൻ്ററിയും ഓരോ രീതിയിൽ നമ്മളോട് ഒരേ ചോദ്യം ചോദിക്കുന്നു: ഇത് സംഭവിക്കാൻ ഇത്രയും കാലം എങ്ങനെ അവസരം കിട്ടിയെന്ന്. ഹൗസ് ഓഫ് സീക്രട്സ് നമ്മളെ പഠിപ്പിച്ചത് ഫാമിലി എന്ന സുരക്ഷിതമായ വാക്കിനുള്ളിൽ ബിലീഫ് ബ്ലൈൻഡ് ആക്കുമ്പോൾ അത് മരണത്തിലേക്ക് നയിക്കാം എന്നതാണ്. അവിടെ ആരും വില്ലനായി നിന്നില്ല, എല്ലാവരും വിക്ടിംസ് ആയിരുന്നു. ബുച്ചർ ഓഫ് ഡൽഹി നമ്മളെ കാണിച്ചത് ഒരാൾക്ക് അറ്റൻഷൻ, പവർ, ഈഗോ ഇവ കിട്ടുമ്പോൾ സിസ്റ്റം തന്നെ ഒരു കളിപ്പാട്ടമായി മാറ്റാൻ പറ്റും എന്ന ഭീകരമായ സത്യമാണ്. ബീസ്റ്റ് ഓഫ് ബാംഗ്ലൂർ നമ്മളെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കിയതിന് കാരണം ട്രസ്റ്റ് സിമ്പലായ യൂണിഫോം ധരിച്ച ഒരാൾ തന്നെ പ്രൊഡക്ടർ ആയപ്പോൾ, സുരക്ഷ എന്ന കോൺസെപ്റ്റ് തന്നെ കൊളാപ്സ് ആയപ്പോഴാണ്. കൊറിയൻ സൈനൈഡ് നമ്മളെ നിശബ്ദമാക്കി. കാരണം ഷൗട്ടിംഗ് ക്രൈം അല്ല, വിസ്പർ ക്രൈം, കിച്ചണിൽ, കറിയിൽ, ഓരോ ചിരിയിലും ഒളിച്ചിരുന്ന ആ വിഷം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇവിടെ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ഡു കമൻറ്റ് യുവർ ഫേവറേറ്റ് ക്രൈം ഡോക്യുമെൻ്ററി. ബൈ.